അപ്പോൾ സ്റ്റുഡൻസിനെ കുറിച്ച് അവരുടെ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് എന്നുള്ളൊരു വിഷയത്തിലാണ് നമ്മളിപ്പോൾ ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ മറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് അവർക്കൊക്കെ ഉള്ള ഒരു അപ്പോൾ അവർ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്താണ് ഇനി അവരുടെ അവരിനിപ്പോൾ പാസ് ഔട്ട് ആകാൻ പോകുന്നു 1-2 വർഷത്തിനുള്ളിൽ അവർ പാസ് ഔട്ട് ആകുമ്പോൾ അവർ എന്തിനു വേണ്ടിയാണ് അവർ ശ്രമിക്കേണ്ടത്, എന്ത് ജോബായിരിക്കും അവർ കിട്ടുക, അവർ ഇപ്പോഴെന്ത് എന്താണ് ഇപ്പോൾ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്ത് അതായത് അതിലുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഫിസിക്കലായിട്ടുള്ള കാര്യം ഇപ്പോൾ എ ഐ ഡിസ്റപ്റ്റ് ചെയ്യുന്നതൊക്കെ ഈ വെർച്വലായിട്ടുള്ള സാധനങ്ങളാണ് അധികം. ഓക്കെ, ഈ ഫിസിക്കലായിട്ടുള്ള വേൾഡിലേക്ക് എ ഐക്ക് വരണമെങ്കിൽ അവിടെ സംഭവിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റോബോട്ടിക്സും എ ഐയും തമ്മിലുള്ള ഒരു ഭയങ്കരമായ ഒരു ഇൻ്റഗ്രേഷൻ നടക്കേണ്ടതുണ്ട്. അത് നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അവിടെ കുറേ ബോട്ടിൽ നെക്സ് ഉണ്ട് അവിടെ. അത് എത്ര എളുപ്പമല്ല. ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഫിംഗർ മൂവ്മെൻറ്റ്സ്, ഈ ഇത് റോബോട്ടിന് ഇപ്പോഴും ഈ ഒരു പെർഫെക്ഷനിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അത് ഒരു ഭയങ്കര ഒരു പോരായ്മ തന്നെയാണ്. അപ്പോൾ അതിലിപ്പോൾ കഴിഞ്ഞ ദിവസം എലോൺ മസ്കിൻ്റെ ഒക്കെ ഇതുണ്ടായിരുന്നു. കാരണം അവർ എലോൺ മസ്കിൻ്റെ റോബോട്ടിക്സ് കമ്പനി മോട്ടറുകൾ ഡിസൈൻ ചെയ്യാൻ ഉള്ള പണി, അത് സപ്ലയേഴ്സ് ഇല്ല ഇതിനൊക്കെ പറ്റിയ മോട്ടറുള്ള. അതിനിപ്പോൾ മോട്ടർ തന്നെ അവർ തന്നെ ഉണ്ടാക്കേണ്ട ഇതിലേക്ക് പോകണം. അപ്പോൾ ആ റിസർച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആ നിലക്ക് ഉള്ള കുറച്ച് പോരായ്മകളുണ്ട്. പക്ഷേ ഇത് ജനറലി ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള അത്രയും, കാരണം നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള ഈ നെർവ് എൻഡിങ്സ് ഏറ്റവും അധികം വരുന്ന 2 ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫിംഗറിലേക്കാണ്. അത്രയും വെൽ കണക്റ്റഡ് വിത്ത് ദ ബ്രെയിനാണ് ഈ ഏരിയ. അത്രയും ഫൈൻ മൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് മോട്ടറേറ്റ് സിമുലേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഫിസിക്കലി അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ ഈ സർജൻസും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഉണ്ടല്ലോ, ഈ മോട്ടോർ സ്കിൽസ് ഉള്ള ആൾക്കാർ, അവർക്ക് കുറേ കൂടി നിലനിൽക്കുന്ന ഒരു അവരുടെ പണി പോകാൻ സാധ്യത കുറവാണ്. കാരണം കുറേ കൂടി ഫൈനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അവരിപ്പോൾ എന്താ വെച്ചാൽ അവരുടെ ആ പണി ഒന്നും കൂടി ഫൈനാക്കാൻ മാനുവലി റോബോട്ടിക് സർജറികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൺട്രോൾ അവർ തന്നെയാണ്, ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് അല്ല. ഓക്കെ, അപ്പോൾ അതാണ് ഒരു സൈഡിലുള്ളത്. അപ്പം അത് എഞ്ചിനീയറിംഗിൽ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ, അല്ല ഞാൻ ചോദിച്ചത് ബാധിക്കുന്നുള്ളതല്ല, ഇപ്പോൾ അവർക്ക് അവരെന്ത് ചെയ്യണം ജോബ് റെഡി ആവാൻ ഫോർ ദ ഫ്യൂച്ചർ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പിന്നെ 2 കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു എന്ത് സംഗതിയാണെങ്കിലും നമ്മൾ ഡെലിവർ ചെയ്യുന്ന ഡെലിവറബിളിൻ്റെ, അത് കൺസൾട്ടിങ് ആണെങ്കിലും അത് വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ ഡെലിവർ ചെയ്താൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരും ഏറ്റെടുക്കും? ആ ഏറ്റെടുക്കുന്ന ആൾക്കാണ് എഡ്ജ്. കാരണം ആ ഇൻഫർമേഷൻ കിട്ടാനും ആ ടെക്നോളജി എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് അറിയാനും അത് കോഡ് ചെയ്യാനും അതൊക്കെ ഇപ്പം എളുപ്പത്തിൽ കിട്ടും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആന്ത്രോപിക് ക്ലൗഡിൽ ഒരു പ്രോംപ്റ്റ് കൊടുത്തു. കാരണം നമുക്ക് ഇൻ ഹൗസ് എക്സ്പെർട്ടൈസ് കുറച്ച് കുറവുള്ളൊരു സംഭവമായിരുന്നു. നമുക്ക് വേറൊരു സാധനത്തിൻ്റെ കൂടെ കൊടുക്കേണ്ട സംഭവമായിരുന്നു. ഒരു 26 പേജുള്ള ഡോക്യുമെൻ്റ് വന്നു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓക്കെ, ഫുള്ളി ഫോർമാറ്റഡ്. അത് നോക്കിയിട്ട് അതേപോലെ ചെയ്താൽ സംഗതി വർക്ക് ചെയ്യുന്ന രൂപത്തിൽ. അപ്പോൾ ആ ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളതല്ല, പക്ഷേ ആ ഇൻഫർമേഷൻ ഉപയോഗിച്ച് അത് വാലിഡേറ്റ് ചെയ്ത് അത് ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്യാനുള്ള ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ധൈര്യം ഉണ്ടാവണമെങ്കിൽ, വെറുതെ ധൈര്യം ഉണ്ടാവില്ലല്ലോ അതിനെപ്പറ്റി. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഹൈ ലെവൽ ധാരണ ഉണ്ടാവുകയും അത് വായിച്ചാൽ മനസ്സിലാവുകയും ഒക്കെ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ഫണ്ടമെൻ്റൽ നോളജ് നമുക്ക് ഉണ്ടാവണം. പിന്നെ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യവും മൈൻഡ് സെറ്റും ആ സംഗതി വേണം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഒരു നമുക്ക് എ ഐ പിന്നെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അല്ലെങ്കിൽ ഒരു LLM എന്ന് ഈ ഒരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ എന്ത് പ്രോംപ്റ്റ് ചെയ്യണം, എന്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് അങ്ങോട്ട് കൊടുക്കണം എന്നതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ. അതാണ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ കോണ്ടെക്സ്റ്റും പിന്നെ എനിക്ക് തോന്നുന്നത് ക്ലാരിറ്റിനെ കുറിച്ചും നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അത് കോണ്ടെക്സ്റ്റ് ആൻഡ് ക്ലാരിറ്റി എത്രത്തോളം നമ്മുടെ മനസ്സിൽ ആ കാര്യം എത്രത്തോളം, അതായത് ഒന്ന് നമുക്ക് കോണ്ടെക്സ്റ്റ് അറിയണം, ബാക്ക്ഗ്രൗണ്ട് അറിയണം, പിന്നെ എത്രത്തോളം നമ്മുടെ മനസ്സിൽ അതിനൊരു ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫൈനലി എത്ര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിലും മനുഷ്യൻ്റെ മനസ്സിൽ തന്നെ അവസാനം അത് ആ ക്ലാരിറ്റി ഉള്ള ആളുകൾക്കാണ് ഇത് കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് സത്യത്തിൽ തിരിച്ച് ഫണ്ടമെൻറ്റൽസിലേക്ക് തന്നെ അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിനോട് പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ വാട്ട് എവർ ഈസ് ദർ എന്താ പറയുക ബ്രാഞ്ച്, അല്ലെങ്കിൽ ആ ഫണ്ടമെൻറ്റൽസ് അറിയാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എനിക്ക് തോന്നിയത് നമ്മൾ കുറേ കൂടെ ഞാൻ പലപ്പോഴും നമ്മൾ തന്നെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നമ്മൾ എഞ്ചിനീയേഴ്സിനെ കുറിച്ചൊന്നല്ല, പൊതുവേ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെങ്കിൽ സ്റ്റുഡൻസ് തന്നെ ആയാലും ഇനി എംപ്ലോയീസ് ആയാലും പലപ്പോഴും അവർക്ക് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് നല്ലൊരു ശതമാനം ആളുകൾക്കും എല്ലാം വെൽ ഡിഫൈൻഡ് ആയിട്ട് വേണം. ഇപ്പോൾ നേരത്തെ ഡിസൈൻ റിക്വയർമെൻറ്റ്സ് ഒക്കെ
നല്ല വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ നന്നായി ഫംഗ്ഷൻ ചെയ്യുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകളും. അതായത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഫംഗ്ഷൻ ക്ലിയർ ആകും. കാരണം അനാവശ്യമായ ഒരു കോംപ്ലക്സിറ്റി അല്ല, ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്. ഇപ്പോൾ എങ്ങനെയെങ്കിൽ അവരത് കൃത്യമായി ചെയ്യണം. ഒരു 99% ആളുകൾക്കും ലോകത്തുള്ള ആളുകൾക്കും നന്നായി ഫംഗ്ഷൻ ചെയ്യണം, നന്നായി ജോലി ചെയ്യണം എന്നൊക്കെ തന്നെയാണ് ആഗ്രഹം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അവർക്ക് ദ ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി ദർ. പക്ഷേ പലപ്പോഴും ഇനി പ്രോബ്ലം വരുന്നത് ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ അല്ലാത്ത, എന്താണ് ചെയ്യേണ്ടത് എന്ന് ക്ലിയർ അല്ലാത്ത സമയത്ത് അവിടെ എന്ത് ചെയ്യണം എന്ന് സ്വയം കണ്ടുപിടിക്കാൻ കഴിയുന്ന ആളുകൾ സത്യത്തിൽ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു പവറുണ്ട്. അങ്ങനത്തെ ആളുകളാണ് പലപ്പോഴും പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്ത് ഈ കമ്പനികൾ സ്വന്തമായി സ്റ്റാർട്ടപ്സ് തുടങ്ങുന്നതും ബിസിനസ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ഇനീഷ്യേറ്റീവ് ആൻഡ് സെൽഫായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനിയും മുന്നോട്ട് പോകും തോറും ഞാൻ മനസ്സിലാക്കുന്നത് ഇൻസ്ട്രക്ഷൻസ്, ഈ ഒരു മൈൻഡ് സെറ്റ് കൂടുതലുള്ള ആളുകൾക്കാണ് കൂടുതൽ ഈവൻ ഫോർ കമ്പനി തുടങ്ങാനോ സ്റ്റാർട്ടപ്പ് എന്നല്ല, ഈവൻ ഫോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേണമെങ്കിലും സം കൈൻഡ് ഓഫ്, കാരണം അവർക്ക് കോണ്ടെക്സ്റ്റ് അറിയണം, നല്ല ക്ലാരിറ്റി വേണം എന്നൊക്കെ പറയുമ്പോൾ യു ഷുഡ് ഈ ബിഗർ പിക്ചർ വേണം എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ ജോബ്സ് അത്ര എന്താ പറയാ, എനിക്ക് തോന്നുന്നത് അതിലേക്ക് ആഡ് ചെയ്യാവുന്ന ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ നമ്മൾ ഈ AI എന്ന് പറഞ്ഞാൽ അഗെയിൻ നമ്മൾ AI-നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. ഹ്യൂമൻ ടു ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കേസ് സ്റ്റഡീസ് ആയിട്ട് പറയാറുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് നമ്മളോട് വന്നിട്ട് ഒരു കാര്യം പറയുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ചിലപ്പോൾ കോണ്ടെക്സ്റ്റ് ഇല്ലാതെ പറയുന്നതും, അതേപോലെ ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ പറയുന്നതും, അപ്പോൾ കൺഫ്യൂഷൻ അതുകൊണ്ട് ക്രിയേറ്റഡ് ആവുന്നതും, പിന്നെ അതുകൊണ്ട് കുറേ സമയം നഷ്ടപ്പെടുന്നതും, അങ്ങനെയൊക്കെ പല ഉദാഹരണങ്ങളും നമ്മൾ തന്നെ പറയാറുണ്ട്. അപ്പോൾ അതിൽ അതുപോലെ ഉള്ളൊരു സംഭവമാണല്ലോ ഇപ്പോൾ പ്രോംപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ AI-യോട് കമ്മ്യൂണിക്കേറ്റിംഗ്. അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ കോഡ് ജനറേറ്റ് ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ഈ AI ഏജൻസിനെ ഉപയോഗിക്കുന്നതാണെങ്കിൽ അവിടെയൊക്കെ അതിന് കോസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് ക്രെഡിറ്റ് ബേസ്ഡ് ആണ്, AI ക്രെഡിറ്റ്സ് ആണ്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു ഇത്ര $1 കൊടുത്ത് എത്ര ക്രെഡിറ്റ് കിട്ടും എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ഓരോ പ്രോംപ്റ്റിനും എന്തൊക്കെ ടൂൾസ് ഉപയോഗിച്ചു എന്ന് നോക്കിയിട്ട് അവർ ക്രെഡിറ്റ് ഇങ്ങനെ നമ്മുടെ ഒരു ക്രെഡിറ്റിൻ്റെ ഒരു വാലറ്റ് അത് കുറയും. അതാണ് പോയിന്റ്സ് പോലെയോ കുറയുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു കോസ്റ്റ്. അപ്പോൾ അൺനെസസറി ആയിട്ട് നമ്മൾ റോങ് പ്രോംപ്റ്റ് കൊടുക്കുക, അതല്ലെങ്കിൽ ക്ലിയർ അല്ലാത്ത പ്രോംപ്റ്റ് കൊടുക്കുക, എന്നിട്ട് ഒരു റോങ് റെസ്പോൺസ് കിട്ടുക, പിന്നെ അതിനെ റീവർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നതൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതിനൊക്കെ ഇങ്ങനെ നമ്മൾ അനാവശ്യമായിട്ട് പണം ചിലവായി കൊടുക്കും. അപ്പോൾ എനിക്ക് തോന്നുക ഇനി ഇപ്പോൾ പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലും അതല്ലെങ്കിൽ AI ലെഡ് ആയിട്ടുള്ള പിന്നെ ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും AI ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈവൻ ഫോർ കൺസൾട്ടൻസ് എല്ലാ കേസിലും അവിടെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ വളരെ പ്രധാനമായിട്ട് നോക്കുന്ന ഒരു സംഗതി ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം അവിടെ തെറ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രീ ചാറ്റ് GPT ഉപയോഗിക്കുന്നതായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ദാറ്റ് റിക്വയർസ് പെയ്ഡ് വേണം, ഡെയിലി ലിമിറ്റ്സ് ഉണ്ടാവും, അത് എക്സ്പെൻസീവ് ആണ്, അങ്ങനെ ഇറ്റ്സ് ഓൾ ദർ. കഴിഞ്ഞ ദിവസം ഒരു ലിങ്ക്ഡിനിൽ ഒരാൾ പോസ്റ്റ് കണ്ടു, അയാൾ ഒരു $50,000 അവരുടെ കമ്പനി മന്ത്ലി AI സബ്സ്ക്രിപ്ഷനും കൊടുക്കേണ്ടത്. $50,000 എനിബഡി റീച്ച് ടു ദിസ് ലെവൽ എന്നൊക്കെ ചോദിച്ചിട്ട്. അതൊക്കെ ഹ്യൂജ് നമ്പറാണ്. അപ്പോൾ $50,000 കൊടുക്കാന്ന് പറഞ്ഞാൽ അവരതിനുള്ള യൂസ് കേസ് അവർക്ക് ഉണ്ടാവുമായിരിക്കും. പക്ഷേ അപ്പോൾ ആൾക്കാരെ ഇറ്റ്സ് നോട്ട് എ ജോക്ക് ഒഴിവാക്കി എന്ന് പറഞ്ഞാലും ആക്ച്വലി പേയിങ് ടു somewhere else. ഇത് ഞാൻ ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം. ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെൻറ്റ്, ബേസിക്കലി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലും സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെൻറ്റിലുള്ള ഒരു നിയമമാണ്. ഇഫ് യുവർ പ്രൊജക്ട് ഈസ് ലേറ്റ്, ആഡിങ് മോർ പീപ്പിൾ ഈസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ്, ദാറ്റ്സ് ഗോയിങ് ടു മേക്ക് ഇറ്റ് മോർ ഡിലേഡ്. അതായത് പൊതുവേ ചില മാനേജർമാർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്, ഓക്കെ ഇതിപ്പോൾ സമയത്ത് കഴിയുന്നില്ല, കുറച്ച് ആളെ ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് നടന്നു വരും. കൺസ്ട്രക്ഷൻ ഈസ് ഓൾസോ എൻ എഞ്ചിനീയറിംഗ്. പക്ഷേ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഒരു 25 പേര് വെച്ചിട്ട് ഒരു പ്രോജക്റ്റ് റൺ ചെയ്യുന്നു, അത് ഡിലേ ആയി, അപ്പം എന്നാൽ ഒരു 20 ആളും കൂടെ കൂട്ടാം, പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈംസ് അതൊരു ഡിസാസ്റ്ററിൽ കലാശിക്കാനാണ്. അത് അതിൽ സ്റ്റഡീസ് ഉണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ അതിൻ്റെ കാരണം പറയുന്നതിലൊരു രസകരമായ കാരണമാണ് എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. സത്യത്തിൽ അവിടെ ഈ ബിക്കോസ് ഓഫ് ദ കോംപ്ലക്സിറ്റി ഓഫ് ഈ ഡെവലപ്മെൻറ്റ് ഇറ്റ് സെൽഫ് ഈസ് അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി കാരണം നമ്പർ ഓഫ് ആളുകൾ, പ്രത്യേകിച്ച് ലേറ്റ് ആയിട്ട് വരുന്ന നമ്പർ ഓഫ് ആളുകൾ ഈ പ്രൊജക്റ്റിൽ വരുമ്പോൾ ദാറ്റ് ക്രിയേറ്റ്സ് മോർ കോംപ്ലക്സിറ്റി ഇൻ ദ ടീം. കാരണം അപ്പോൾ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ പാത്സ് ആവശ്യം വരും. കാരണം അൾട്ടിമേറ്റ്ലി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ലോട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഇൻവോൾവ്. അത് പല രീതിയിൽ നമ്മൾ ഇപ്പോൾ ചാറ്റ് വഴിയാവാം, സ്ലാക്ക് വഴിയാവാം, ടീംസ് വഴിയാവാം, അല്ലെങ്കിൽ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്തിട്ട്, പക്ഷേ ദാറ്റ്സ് ഓൾ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതിലൊക്കെ കമ്മ്യൂണിക്കേഷനൊക്കെ മോശമായി കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ക്യാൻ ഗോ ഓൾ, അങ്ങനെയാണ് ഡിലേസ് ഒക്കെ സംഭവിക്കുന്നത്.
അപ്പോൾ എപ്പോഴും അതും സോഫ്റ്റ്വെയറിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചെറിയ മിസ്റ്റേക്കുകൾക്ക് ഭയങ്കര വലിയ ഇമ്പാക്റ്റുകൾ പെട്ടെന്ന് തന്നെ കാണാനും ചാൻസ് ഉണ്ട്. പിന്നെ പലതും നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ പോലെ പെട്ടെന്ന് വിസിബിൾ ആവാത്ത കേസുണ്ട്, കുറെ കഴിഞ്ഞിട്ടായിരിക്കും അത് അറിയുന്നത്. അപ്പോൾ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് ആഡഡ് കമ്മ്യൂണിക്കേഷൻ പാത്സ് അത് ഡിലേഡ് ആവും എന്ന് പറയും. അപ്പോൾ അപ്പം ആ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയാനാണ് ഞാനത് പറഞ്ഞത്. തിരിച്ച് നമ്മൾ AI പ്രോംപ്റ്റിങ്ങിൽ വരുമ്പോഴും നമ്മൾ ഒരാളെ ഒരു ഡെവലപ്പർ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ പ്രോംപ്റ്റിന് അല്ലെങ്കിൽ AI മോഡലിനൊക്കെ ഉപയോഗിക്കുന്നെങ്കിലും യു സ്റ്റിൽ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ്. ആ കമ്മ്യൂണിക്കേഷൻ യു കനോട്ട് അവോയ്ഡ്. അപ്പോൾ അതിൻ്റെ ഒരു അത് തെറ്റിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ അങ്ങോട്ട് പറയുന്ന കാര്യം മാത്രമല്ല, ഒരു രസകരമായ കാര്യം പലപ്പോഴും ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യും ഈ മോഡൽസ്. ഇപ്പോൾ ChatGPT ആണ്, ക്ലോഡ് ആയാലും അത് മുഴുവൻ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നുള്ളതും ഒരു അതിന്. അപ്പോൾ ചിലപ്പോൾ അതിൽ പറയുന്ന ചില വാക്കുകൾ അത് നമ്മൾ റോങ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, തെറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ക്യാൻ ബി എ ഡിസാസ്റ്റർ. അപ്പോൾ ദാറ്റ് മീൻസ് അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളൊരു സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് ഫോക്കസ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ലൈക്ക് ആ ബിഗർ പിക്ചർ, ഞാനൊന്ന് ഇറ്ററേറ്റ് ചെയ്യണമെങ്കിൽ ബിഗർ പിക്ചർ പറഞ്ഞു. ദെൻ ഐഡൻറ്റിഫൈയിങ് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഫൈൻഡിങ് ദ കോണ്ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട്, ദെൻ ക്ലാരിറ്റി. എല്ലാ ഒരു സിസ്റ്റംസ് ലെവലിൽ ചിന്തിക്കുക, എപ്പോഴും ഒരു ലോവർ ലെവലിൽ മാത്രം ചിന്തിക്കാതെ ലൈക്ക് അണ്ടർസ്റ്റാൻഡിങ് ബിഗർ സിസ്റ്റം ലെവൽ. ദെൻ ഓഫ് കോഴ്സ് കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് സ്പെസിഫിക് ആയിട്ട് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ, ദിസ് ജനറൽ ഗൈഡ് ലൈനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ചെയ്യാവുന്ന ഹൗ ടു ടേക്ക് ആക്ഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യം, ഡെഫിനറ്റ്ലി പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ദാറ്റ് സംതിങ് ടു ലേൺ. അത് വെറുതെ അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറച്ച് പ്രോംപ്റ്റ് ചെയ്താൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. യു ഹാവ് ടു ഡെലിബറേറ്റ്ലി ലേൺ. അപ്പം അതാണ് പല ആളുകളും പറയുന്നത്. ആ ലേൺ ചെയ്യാൻ പല ടെക്നിക്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ദർ ആർ സം കോഴ്സസ്, വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ്. ചില നല്ല പ്രോംപ്റ്റുകളുടെ ഡാറ്റാബേസസ് തന്നെ ഗിറ്റ് ഹബിലൊക്കെ ചില പ്രൊജക്ട്സ് തന്നെ ഉണ്ട്, ജസ്റ്റ് എ ലിസ്റ്റ് ഓഫ് ഗുഡ് പ്രോംപ്റ്റ്സ്. ഡെഫിനറ്റ്ലി അത് നോക്കി പഠിക്കൽ ആവശ്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ChatGPT പോലെയുള്ള ടൂൾസ് അതിനോട് തന്നെ ചോദിക്കാം, ഹൗ ടു ലേൺ, എങ്ങനെയാണ് ഒരു നല്ല പ്രോംപ്റ്റ് തരേണ്ടതെന്ന് ചോദിച്ച് ഇൻട്രാക്റ്റീവ് രീതിയിൽ പഠിക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ബട്ട് ഇൻ എനി കേസ് അതൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയി എടുക്കേണ്ട ഒരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഡെഫിനറ്റ്ലി അത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് നമ്മൾ എന്താണോ പ്രോംപ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് ആണ് കിട്ടുക. വരുള്ളൂ. അത് നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് പ്രോംപ്റ്റ് ഓൾസോ വിൽ ബിക്കം കോംപ്ലിക്കേറ്റഡ്. അത് സർപ്രൈസിംഗ്ലി അതിലേക്ക് കടക്കുമ്പോഴേ മനസ്സിലാവുക നമുക്കറിയാത്ത കാര്യങ്ങൾ എന്തായാലും അതിലുണ്ടെന്ന് മനസ്സിലാവും. ദാറ്റ്സ് വൺ തിങ്. രണ്ടാമതൊരു കാര്യം, ഈവൻ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആളുകളും ദേ ഹാവ് ടു സ്റ്റാർട്ട് ബിൽഡിങ് സം ആപ്പ്. ഒരു വൈബ് കോഡിംഗ് ഒക്കെ ഒന്ന് കൈവച്ച് ഒന്ന് ട്രൈ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഫീലിംഗ്, ഹാൻഡ്സ് ഓൺ ഫീലിംഗ് കിട്ടാനും, പിന്നെ എന്തൊക്കെ പോസിബിലിറ്റീസ് അവർക്കുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ചെയ്യേണ്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു കമ്പ്യൂട്ടറുകാർക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമേ അല്ല. തീർച്ചയായിട്ടും ഓൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, ഇലക്ട്രോണിക്സ്, എല്ലാവർക്കും സോഫ്റ്റ്വെയർ അവരുടേതായ രൂപത്തിൽ ഉപയോഗിക്കാൻ ഇതിൽ കൂടുതൽ നല്ല ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പും പല ടൂൾസും എല്ലാം, ഇപ്പോഴേ പല എഞ്ചിനീയറിംഗിലും എല്ലാം സോഫ്റ്റ്വെയർ ടൂൾസും ആയിട്ട്. ഇപ്പം ഞാനൊക്കെ മറ്റേ മൈക്രോ പ്രോസസ്സറൊക്കെ കിറ്റ് ഉപയോഗിച്ചിട്ടാണ്, അതായത് മൈക്രോ പ്രോസസറിൻ്റെ ഒരു ഹാർഡ്വെയർ കിറ്റ് ഉണ്ട്, അതിലിങ്ങനെ അസംബ്ലി കോഡ് നമ്മളിങ്ങനെ എൻ്റർ ചെയ്യണം. ഇപ്പം മൂവ് A,X എന്ന് പറഞ്ഞാൽ അതിൻ്റെ അസംബ്ലി കോഡ് 80 എന്ന് എഴുതി അതിൽ എൻ്റർ ചെയ്ത് അങ്ങനെ ഞാൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിരുന്നു. ആ സെയിം തിങ് ഇപ്പോൾ അത് സോഫ്റ്റ്വെയറിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ തന്നെ അസംബ്ലറൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് പിന്നീട് വന്നു. അപ്പോൾ എല്ലാ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവരും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ മെക്കാനിക്കൽ ഡിസൈനൊക്കെ ഇപ്പോൾ എല്ലാം സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എല്ലാം എവറിത്തിങ് ഈസ് ഓൺ സോഫ്റ്റ്വെയർ. പക്ഷേ ഇത് യു ക്യാൻ ബിൽഡ് യുവർ ഓൺ സോഫ്റ്റ്വെയർ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ഇഫ് യു ഹാവ് എ ഗുഡ് ഐഡിയ, അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ മെക്കാനിക്കലിലോ ഒരു പ്രോബ്ലം, അതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ യു ക്യാൻ ഡെവലപ്പ് വെരി ഈസിലി ജസ്റ്റ് യൂസിങ് പ്രോംപ്റ്റ്സ്. ഒരു സിന്റാക്സും പഠിക്കണം. ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം. എനിക്ക് തോന്നുന്നത് നമുക്ക് ഒന്ന് രണ്ട് അതിനെ പറ്റിയ പ്ലാറ്റ്ഫോമുകൾ കുറച്ചും കൂടി പറയാൻ തോന്നുന്നു. അതെ, അപ്പോൾ അതിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണമെന്ന് തോന്നിയത് ലവബിൾ ആണ്. ഇപ്പോൾ എനിക്ക് ഫെമിലിയർ ആയ ഒരു ഇത് ലവബിൾ ആണ്, മസ്റ്റ് ട്രൈ ആണെന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. കാരണം വിത്തൗട്ട് റൈറ്റിംഗ് എനി കോഡ്, വിത്തൗട്ട് അത് എവിടെ റൺ ചെയ്യുന്നു എന്ന് പോലും അറിയാതെ യു ക്യാൻ റൺ ഇറ്റ്. അത് ആക്ച്വലി അത് ഇങ്ങനെ ഡിപ്ലോയ് ചെയ്ത് അത് റൺ ചെയ്യുന്നത് സീംലെസ് ആയിട്ട്, അത് ബാക്ക് ഒരു ക്ലൗഡ്, സംവെയർ ഇൻ ദ ക്ലൗഡ് ബാക്ക് എൻഡിലാണ് റൺ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാനൊക്കെ സൂപ്പർ ബേസും ഒക്കെ എല്ലാം, സോ എവറിത്തിങ് ഇറ്റ് വിൽ സെറ്റപ്പ്. ഒന്നും ചെയ്യാതെ എവിടെ ഒരു വെബ് ആപ്ലിക്കേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പോൾ എനിക്കറിയാവുന്ന ലവബിൾ ആണ്. പിന്നെ റിപ്ലിറ്റ് പോലെയുള്ള ഇതുണ്ട്, ടൂൾസ് ഉണ്ട്. ഇതാണ് എനിക്ക് അറിയാവുന്ന മസ്റ്റ് ട്രൈ എന്ന് റെക്കമെൻഡ് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ അതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ജാസർ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ ഞാൻ A0.dev എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ് ഉപയോഗിച്ചത്. അത് കുഴപ്പമില്ല. അത് കുറച്ചും കൂടിയും എന്താ പറയുക, ഒരു പുതിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് കുറച്ചും കൂടി ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ലവബിൾ കുറേ വേറെ ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഞാൻ A0.dev ആണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. ഈ ലവബിൾ കുറേ കൂടി മെച്ചുവറാണ്. പിന്നെ അത് എനിക്ക് ലവബിളും A0 ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു വ്യത്യാസം തന്നെ,
നമ്മൾ മുമ്പേ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടല്ലോ. അതെ. അപ്പോൾ ഒരു സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടെ വർക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതാണ് അതാണ് ലവബിൾ lovable. കിട്ടിയത്.